ഭർത്താക്കന്മാർ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയാണ്, നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്ത? ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാകുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകുന്നില്ല, അമ്മായിയമ്മക്ക് മരുമകളെ മനസ്സിലാകുന്നില്ല, മരുമകൾക്ക് അമ്മായിയമ്മനെ മനസ്സിലാകുന്നില്ല, ജ്യേഷ്ഠന് അനിയനെ മനസ്സിലാകുന്നില്ല, അനിയന് ജ്യേഷ്ഠനെ മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഫാമിലികളിലൊക്കെ ഉള്ള ആകെ പ്രശ്നം ഇതല്ലേ? ഈ മനസ്സിലാകായികയല്ലേ? ഈ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഉദാഹരണത്തിന്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എന്ന് വിചാരിക്കുക, എൻ്റെ ഭാര്യയ്ക്ക് മലയാളം മാത്രമേ അറിയൂ എന്ന് വിചാരിക്കുക. ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ജ്യൂസ് തരുമോ? ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവൾ മലയാളത്തിൽ എന്നോട് തിരികെ ചോദിക്കും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവൾ പറയുന്ന മലയാളം എനിക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാകുന്നു. എന്താ റീസൺ? മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്. ഇവിടെ ഭാര്യയുടെ മലയാളം കുറച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് എൻ്റെ ഭാര്യ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓരോ മനുഷ്യരും ഓരോ ഭാഷയാണ്, ഓരോ മനുഷ്യർക്കും ഓരോ ഭാഷയുണ്ട്. നമ്മുടെ ഭാര്യയുടെ ഭാഷ, നമ്മുടെ ഉമ്മയുടെ ഭാഷ, നമ്മുടെ അച്ഛൻ്റെ ഭാഷ നമ്മളൊന്ന് മനസ്സിലാക്കണം.